നമസ്കാരം. ഞാൻ ബിജി ഷോളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ നമുക്ക് എക്സ്പയറി ആണ്, മാർക്കറ്റ് എക്സ്പയറി ആണ്, എങ്ങനെയാണ് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ടത്, അതിന് മുൻപ് തന്നെയായിട്ട് ക്യുക്കായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് സംഭവിച്ചു നോക്കാം. മാർക്കറ്റ് ഒരു സിറ്റുവേഷൻ ഏതൊരു റേഞ്ചിലേക്ക് പോയാലും എങ്ങനെ ന്യൂസ് വന്നാലും ഇപ്പോൾ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് എവിടെയാണെന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ ഒരു ലെവലിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചിരുന്നതാണ് പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. തുടക്കത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരുന്നു. നമ്മളിവിടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് നൽകി ഇരിക്കുന്നത് 23,270 നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചതാണ്. സപ്പോർട്ടിൽ വരുന്ന ഒരു സമയത്തുള്ള ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകുക. അതിനുശേഷം ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ബൗൺസ് ചെയ്തു. നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്ന് ആദ്യത്തെ സെക്ഷനിൽ ബൗൺസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഇവിടെ വന്നതിന് ശേഷം 23,270 ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും ബൗൺസ് ചെയ്തു. അതിനുശേഷം വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം വീണ്ടും 23,270 മുകളിലേക്ക് ക്ലോസിംഗ് ലെവലിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം 23,400 റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത്. അതിനുശേഷം 23,400 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം ആ ഒരു ക്യാൻഡിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നിഫ്റ്റി 23,400 മുകളിലാണ് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നത്. എപ്പോഴും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എപ്പോഴും മാർക്കറ്റിന് വളരെ ഈസി ആയിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക. ട്രെൻഡ് എപ്പോഴും മനസ്സിലാക്കുക. ട്രെൻഡ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, കറണ്ട് ട്രെൻഡിനൊപ്പം നിലനിൽക്കുക. കറണ്ട് ട്രെൻഡ് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ആകുന്നവരെ സ്റ്റിൽ പോസിറ്റീവ് സെന്റിമെന്റിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റി ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആയാലും 23,400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുകയാണ്. സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, റിവേഴ്സൽ ഏരിയ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് അതിന് മുൻപ് തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിലാണെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിന്റെ മുകളിലാണ് നമ്മൾ നിഫ്റ്റി ഒരു ബൈയിലേക്ക് കടന്നിരിക്കുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ആ ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗിന്റെ ആ ഒരു ലെവൽ തന്നെയാണ് ഇന്നത്തെ ഒരു ഓപ്പണിംഗ് വന്നിരുന്നത്. അതിനുശേഷം 400 മുകളിൽ ക്ലോസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിഫ്റ്റിക്കായാലും ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ, നിഫ്റ്റി റിവേഴ്സ് ആകണമെങ്കിൽ ഏതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലായാലും ഇനി അടുത്ത റെസിസ്റ്റൻസ് 23,630, 23,860. ഇതാണ് നിഫ്റ്റിയുടെ ഇനി ഹയർ ലെവലിലുള്ള റെസിസ്റ്റൻസ്. നിഫ്റ്റിയിലും ഇപ്പോൾ 23,400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുകയാണ്. ഈ ഒരു ട്രെൻഡ് നിലനിർത്താനായിട്ടുള്ള ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 23,100 23,200 23,200. 23,200 മുകളിലേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തുമ്പോൾ ഈ ട്രെൻഡ് നിലനിർത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ 23,200 താഴത്തേക്ക് ക്ലോസിംഗ് ലെവൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനത്തെ ഒരു സഡൻ ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് വളരെ പെട്ടെന്ന് റിവേഴ്സലാകും. അതുകൊണ്ട് തന്നെ ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആയിരിക്കണം എപ്പോഴും ആ ഒരു സപ്പോർട്ടായിട്ട് എടുക്കേണ്ടത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡിൽ 23,200 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് 23,630, 23,860 ഇതാണ് ഹയർ ലെവലിൽ രണ്ട് റെസിസ്റ്റൻസ് വരുന്നത്. ഇനി നമുക്ക് ഇൻട്രാഡേയിൽ നമുക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യാം, ഇൻട്രാഡേയിൽ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ കഴിഞ്ഞ ദിവസത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ചെറിയ മൈനറായിട്ട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ അത് തന്നെയാണ് വരുന്നത്. നിഫ്റ്റിയിൽ 23,275 എടുത്താൽ മതി. 23,270 ആയിരുന്നു നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. 23,275 ഇതാണ് ലോവർ ലെവലെ ഇമ്പോർട്ടന്റ് ആയിട്ട് സപ്പോർട്ട് ലെവല്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് തന്നെയാണ് 270 നൽകിയിരുന്നത്. ആ സപ്പോർട്ടാണ് എക്സാക്റ്റ് ആയിട്ട് ഇന്ന് ഹോൾഡ് ചെയ്ത് നിലനിർത്തിയിരുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സപ്പോർട്ട് ലെവലാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് 23,350 റെസിസ്റ്റൻസ് എടുത്താൽ മതി. അതായത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 23,350 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ചെയ്യുന്നത് സപ്പോർട്ടിലാണെങ്കിൽ ബൗൺസ് ചെയ്യാനാണ് സാധ്യത. സപ്പോർട്ടിൽ എപ്പോഴും ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ 23,412 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് 23,460 23,460 എന്ന് പറയുന്ന റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ നമുക്ക് 460 മുകളിലേക്ക് ബൈയിൽ ഓപ്പർച്യൂണിറ്റി വന്നാലും സ്റ്റോപ്പ് ലോസ് 412 ആണ്. 412 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ്
എപ്പോഴും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യേണ്ട. അപ്പൊ ഈ ഒരു റേഞ്ചിന്റെ ഇടയിലായാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് 412 താഴത്തേക്ക് നിലനിർത്തിയാൽ, എപ്പോഴും സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് നിലനിർത്തിയാൽ മാത്രമാണ് എപ്പോഴും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും ആക്റ്റീവ് ആകുന്നത്. റൈറ്റ് സപ്പോർട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മൂവ്മെന്റ്, അതായത് സോറി ഇന്നത്തെ ഒരു മൂവ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. തുടക്കത്തിലെ ക്യാനിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാനിലായിരുന്നു. അപ്പൊ അതിനുശേഷം ഇത് സപ്പോർട്ടിലാണ് വന്ന് നിലനിൽക്കുന്നത്. വലിയ റെഡ് കാല് വന്നു എന്ന് കരുതി നമ്മൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എടുത്താൽ അവിടെ ഫെയിലിയർ ആവും. റൈറ്റ് സപ്പോർട്ടാണിത്. അപ്പൊ എപ്പോഴും ഈ ഒരു ലെവലിലൊക്കെ സപ്പോർട്ടിലൊക്കെ റെഡ് കല്ല് കാണുമ്പോഴും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വരുമ്പോഴും അത് യൂട്ടിലൈസ് ചെയ്യരുത്. എപ്പോഴും സപ്പോർട്ടിന്റെ താഴത്തേക്ക് നിലനിർത്തിയാൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതേ രീതിയിലാണ് എപ്പോഴും ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ സ്റ്റോപ്പ് ലോസ് 21,412. അപ്പൊ ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 412 താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,350 സപ്പോർട്ട്, 350 വിട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് കാണുന്നത് 23,275. 275 വിട്ടാലാണ് കുറച്ചൊരു വീക്ക്നെസ് മാർക്കറ്റിൽ കാണുന്നത്. 200ന്റെ താഴത്തേക്ക് ചാൻസ് കാണുന്നുണ്ട്. 23,160 സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യും. 160, 130 പിന്നെ കുറച്ച് ലോവർ ലെവലിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് സപ്പോർട്ട്. ഇത് കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് തന്നെയാണ്. വളരെ സ്ട്രോങ് ആണ് ഈ ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഹയർ ലെവലിലേക്ക് നോക്കാം. 460ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ പിന്നെ റെസിസ്റ്റൻസ് കാണുന്നത് 610 23 610 കുറച്ച് അകലെയാണ് റെസിസ്റ്റൻസ് കാണുന്നത്. പക്ഷെ ഈ ഒരു ലെവലിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ റെസിസ്റ്റൻസ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണിക്കുന്നത് 610. 610ന്റെ 600ന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ കാണുന്നുണ്ട്. അതായത് 630, അതുപോലെ തന്നെ 23 660 ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളാണ്. അതേപോലെ തന്നെ 23 ഇത് വിട്ട് കഴിഞ്ഞാൽ 23 740 740 23 800 800ന്റെ അടുത്തും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. നാളെ അല്ലെങ്കിലും വരും ദിവസങ്ങളിലായാലും ഈ ഒരു ലെവലിലെ റെസിസ്റ്റൻസ് വ്യത്യാസമില്ല. വളരെ ക്ലിയർ ആയിട്ട് അത് വർക്ക് ചെയ്യും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഈ റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 610ന്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ട് 23,460. ഇപ്പൊ നിഫ്റ്റിയിലെ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒരു ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.